നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. സിഖ് വിഘടനവാദിക്ക് UK-യിൽ സുരക്ഷാ ഭീഷണി. UK കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ സിഖ് വിഘടനവാദി നേതാവ് പരംജിത്ത് സിംഗ് പമ്മയ്ക്ക് ഹിന്ദു ദേശീയവാദികളിൽ നിന്ന് വധഭീഷണിയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതുമായി ബന്ധപ്പെട്ട് വീടിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനും CCTV ക്യാമറകൾ സ്ഥാപിക്കാനും വാതിലുകൾ ബലപ്പെടുത്താനും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. 52-കാരനായ പമ്മയുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം ഈ ഭീഷണികൾക്ക് പിന്നിൽ ഇന്ത്യൻ സർക്കാരാണെന്ന് അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഇന്ത്യൻ എംബസി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിലെ പ്രധാനിയായ പമ്മയെ ഇന്ത്യ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഭീകരവാദിയായാണ് കണക്കാക്കുന്നത്. 2000-ൽ UK-യിൽ രാഷ്ട്രീയ അഭയം തേടിയ അദ്ദേഹം കാനഡയിലും അമേരിക്കയിലും ഇന്ത്യൻ ഏജന്റുമാർ നടത്തിയതെന്ന് പറയപ്പെടുന്ന വധശ്രമങ്ങളെയും കൊലപാതകങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നു. തന്റെ ജീവന് 3 ലക്ഷം പൗണ്ട് വാഗ്ദാനം ചെയ്തതായി കമ്മ്യൂണിറ്റിയിലെ ഒരാൾ അറിയിച്ചെന്നും പമ്മ വെളിപ്പെടുത്തി. അയൽക്കാരെ ഭീഷണിപ്പെടുത്തിയും ഭാര്യയുടെ കാറിന്റെ ചില്ലുകൾ തകർത്തും ഉൾപ്പെടെ മുൻകാലങ്ങളിലും ഇദ്ദേഹത്തിനും കുടുംബത്തിനും നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാനമായ ഭീഷണികൾ നേരിടുന്ന മറ്റൊരു സിഖ് ആക്ടിവിസ്റ്റ് ഗുർചരൺ സിംഗിന് സ്വകാര്യ സുരക്ഷാ സംഘത്തിന്റെ സംരക്ഷണമുണ്ട്. UK-യിലെ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ഹോം ഓഫീസ് വക്താവ് അറിയിച്ചു. ഹീത്രോയിൽ കർഫ്യൂ ലംഘിച്ച് വിമാനം പറന്നുയർന്നു. കടുത്ത രാത്രികാല നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ലണ്ടൻ ഹീത്രോ വിമാനത്താവളത്തിൽ കർഫ്യൂ സമയം ലംഘിച്ച് ബ്രിട്ടീഷ് എയർവേസ് ബോയിങ് 777 വിമാനം പുലർച്ചെ 1:11 പറന്നുയർന്നത് വലിയ ചർച്ചയായി. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വിമാനത്താവള അധികൃതർ പ്രത്യേക അനുമതി നൽകിയതാണ് ഈ അപൂർവ നീക്കത്തിന് കാരണം. എന്നാൽ ഇത് വിമാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ശബ്ദമലിനീകരണം, ജനവാസ മേഖലകളിലെ അസ്വസ്ഥതകൾ, നിയമപരമായ അവലോകനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ സംവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കർശനമായ രാത്രികാല വിമാന നിയന്ത്രണങ്ങളുള്ള ഹീത്രോയിൽ 1960-കൾ മുതൽ ജനവാസ മേഖലകളിലെ ശബ്ദശല്യം കുറയ്ക്കുന്നതിനായി സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 11-നും രാവിലെ 7-നും ഇടയിൽ വിമാനങ്ങൾ പുറപ്പെടുന്നതിനും ലാൻഡ് ചെയ്യുന്നതിനും കർശനമായ സമയ ക്രമീകരണങ്ങളും വാർഷിക പരിമിതപ്പെടുത്തലും നിലവിലുണ്ട്. ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായി രാത്രി 11:30-നും പുലർച്ചെ 6-നും ഇടയിലുള്ള സമയം അതീവ നിയന്ത്രിത നൈറ്റ് ക്വാട്ട പീരീഡ് ആണ്. സാങ്കേതിക തകരാറുകൾ, മോശം കാലാവസ്ഥ അല്ലെങ്കിൽ വലിയ തോതിലുള്ള സർവീസ് തടസ്സങ്ങൾ എന്നിവയുണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം പ്രത്യേക അനുമതികൾ സാധാരണയായി നൽകാറുള്ളത്. കേപ്പ് ടൗണിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനത്തിന്റെ കാര്യത്തിൽ വിമാനം റദ്ദാക്കിയാൽ ഉണ്ടാകുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഈ അനുമതി നൽകിയതെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. വിദേശയാത്രകൾക്കും രാജ്യത്തിന്റെ സാമ്പത്തിക ബന്ധങ്ങൾക്കും രാത്രികാല സർവീസുകൾ അനിവാര്യമാണെങ്കിലും പ്രദേശവാസികളുടെ സമാധാനം നശിപ്പിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ഓൺലൈൻ അശ്ലീല ചാറ്റ്, ഇന്ത്യൻ വിദ്യാർത്ഥി അറസ്റ്റിൽ. UK-യിൽ താമസിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി ഗുരീഷ് ജിതേഷിനെ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയുമായി ഓൺലൈനിലൂടെ അശ്ലീല ചാറ്റിംഗ് നടത്തിയെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കവൻട്രിയിൽ താമസിക്കുന്ന ജിതേഷ് UK-യിലെത്തിയിട്ട് വെറും 3 മാസം മാത്രമാണ് തികഞ്ഞത്. 14 വയസ്സിൽ നിന്ന് താഴെയുള്ള കുട്ടിയാണെന്ന് അവകാശപ്പെട്ട വ്യക്തിയുമായാണ് ഇയാൾ ചാറ്റ് നടത്തിയത്. പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് താമസിച്ചിരുന്ന സ്റ്റുഡന്റ് ഹൗസിംഗിൽ നിന്നും ഇയാളെ പുറത്താക്കി. അറസ്റ്റിന്റെ ഭാഗമായി പകർത്തിയ വീഡിയോയിൽ ഗുരീത് മാപ്പ് ചോദിക്കുന്നതും മുന്നറിയിപ്പ് നൽകി വിട്ടയക്കാൻ അഭ്യർത്ഥിക്കുന്നതും കാണാം. എന്നാൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ നിർദ്ദേശിച്ച പോലീസ് അപ്പോഴേക്കും സമയം വൈകിപ്പോയെന്നും ഇനി മുന്നറിയിപ്പിന് പ്രസക്തിയില്ലെന്നും വ്യക്തമാക്കുന്നു. നിയമവിരുദ്ധമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും കുട്ടിയുടെ പ്രായം ചാറ്റിൽ വ്യക്തമാക്കിയിരുന്നില്ലെന്നും ഗുരീത് പിന്നീട് പറഞ്ഞു. എന്നാൽ ചാറ്റിൽ കുട്ടിക്ക് 14 വയസ്സുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നതായി പോലീസ് മറുപടി നൽകി. കുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് ഗുരീത് വ്യക്തമാക്കിയെങ്കിലും ഇത് ഓൺലൈൻ ഗ്രൂമിങ്ങിനെതിരെയുള്ള നടപടിയാണെന്നും കുട്ടിയെ കണ്ടിട്ടില്ലെന്ന് തനിക്കറിയാമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. UK-യിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ തടയാൻ പ്രവർത്തിക്കുന്ന ചൈൽഡ് പ്രൊട്ടക്ഷൻ വിജിലന്റുമാരാണ് ഇയാളെ കണ്ടെത്തി പോലീസിന് കൈമാറിയത്. UK വിസ, ഇംഗ്ലീഷ് ഭാഷാ യോഗ്യത കർശനമാക്കി. UK-യിലേക്കുള്ള കുടിയേറ്റ നിയമങ്ങളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷാ മാനദണ്ഡം സർക്കാർ ഉയർത്തി. 2026 ജനുവരി 8 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം സ്കിൽഡ് വർക്കർ വിസ ഉൾപ്പെടെയുള്ള പ്രധാന വിസകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് ഉയർന്ന ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കും. ഇതുവരെ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കാൻ നിലവിലുണ്ടായിരുന്ന ഇന്റർമീഡിയറ്റ് ലെവൽ യോഗ്യതയ്ക്ക് പകരം അപ്പർ ഇന്റർമീഡിയറ്റ് ലെവൽ ആയ B2 യോഗ്യത തെളിയിക്കേണ്ടി വരും. കേൾക്കാനും സംസാരിക്കാനും വായിക്കാനും എഴുതാനുമുള്ള കഴിവുകൾ ഈ പുതിയ മാനദണ്ഡത്തിൽ വിശദമായി പരിശോധിക്കപ്പെടും.
ഈ മാറ്റം പ്രധാനമായും സ്കിൽഡ് വർക്കർ വിസ, ഹൈപൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസ, സ്കെയിലപ്പ് വിസ എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നവരെയും നിലവിൽ മറ്റ് വിസകളിൽ UK-യിലുള്ളവർ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറുന്നവരെയും ബാധിക്കും. എന്നാൽ നിലവിൽ B1 യോഗ്യതയിൽ UK-യിലെത്തിയവർക്ക് വിസ പുതുക്കാനോ ILR-ന് അപേക്ഷിക്കാനോ പഴയ യോഗ്യത തന്നെ നിലനിർത്താം. ഇംഗ്ലീഷ് മാതൃഭാഷയായ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും UK അംഗീകരിച്ചിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും ഈ നിബന്ധനകളിൽ ഇളവുണ്ടാകും. കുടിയേറ്റക്കാർക്ക് തൊഴിൽ മേഖലകളിലും സമൂഹത്തിലും കൂടുതൽ വേഗത്തിൽ ഇടപഴകാൻ സഹായിക്കുക എന്നതാണ് ഈ മാറ്റത്തിലൂടെ UK സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ വിദേശ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വലിയ വെല്ലുവിളിയാകുമെന്നും കടുത്ത തൊഴിലാളി ക്ഷാമം നേരിടുന്ന മേഖലകളിൽ ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഇമിഗ്രേഷൻ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പങ്കാളിയുടെ മരണാനന്തരം പിതാക്കന്മാർക്ക് 1 വർഷത്തെ അവധി. നിയമ പോരാട്ടത്തിനൊടുവിൽ ആരോൺ ഹോഴ്സിക്ക് വിജയം. ബ്രിട്ടീഷ് പാർലമെന്റ് പങ്കാളി പ്രസവത്തിനിടെ മരണപ്പെട്ടാൽ പിതാക്കന്മാർക്കും മറ്റ് പങ്കാളികൾക്കും 1 വർഷം വരെ അവധി അനുവദിക്കുന്ന പുതിയ നിയമം അവതരിപ്പിച്ചു. ആരോൺ ഹോഴ്സി എന്ന പിതാവിന്റെ ദീർഘകാല പോരാട്ടമാണ് ഇതിനു പിന്നിൽ. 2022 ഭാര്യ ബെർണാഡറ്റ് പ്രസവ സമയത്ത് മരണപ്പെട്ടതിനെ തുടർന്ന് കുഞ്ഞിനെ പരിപാലിക്കാൻ അവധി ലഭിക്കാതെ നിയമയുദ്ധം നടത്തിയ ആരോൺ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ പ്രകാരം കുഞ്ഞിന്റെ 1ാം ജന്മദിനത്തിനു മുൻപ് പങ്കാളി മരിച്ചാൽ 52 ആഴ്ച വരെ അവധി ലഭിക്കും. പുതിയ ജോലിക്കാർക്ക് 1ാം ദിവസം മുതൽ തന്നെ അവകാശമുണ്ടാകും. ഏപ്രിൽ മുതൽ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ നിയമം പ്രാബല്യത്തിലാകും. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഈ നിയമം കുടുംബങ്ങൾക്ക് ആശ്വാസമായി വിശേഷിപ്പിച്ചു. പ്രതിവർഷം 32,000 പിതാക്കന്മാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് കണക്കാക്കുന്നു. ഫുട്ബോൾ താരത്തിന് നേരെ സീറ്റെറിഞ്ഞു. അബർഡീൻ ആരാധകന് 18 മാസം തടവ്. അബർഡീൻ ആരാധകൻ ഡേവിഡ് ഗോവൻസിന് 18 മാസം തടവ് ശിക്ഷ വിധിച്ചു. 2025 മെയ് 17 ഡണ്ടി യുണൈറ്റഡ് അബർഡീൻ മത്സരത്തിന് ശേഷം താരം ജാക്ക് മക്കൻസിയുടെ മുഖത്തേക്ക് കസേര വലിച്ചെറിഞ്ഞതാണ് കാരണം. 32-കാരനായ ഗോവൻസ് അമിത മദ്യസേവനത്തിനിടെ ഈ ആക്രമണം നടത്തിയതായി കോടതി കണ്ടെത്തി. താരത്തിന് ആഴത്തിലുള്ള മുറിവും സ്ഥിരമായ പാടുകളുമുണ്ടായി. ഡണ്ടി ഷെരീഫ് കോടതിയിൽ ഷെരീഫ് അലസ്റ്റർ കാർമൈക്കൽ ഈ പ്രവൃത്തി രൂക്ഷമായി വിമർശിച്ചു. CCTV ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചു. ശിക്ഷയോടൊപ്പം ഗോവൻസിന് 10 വർഷത്തേക്ക് ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ വിലക്കും അബർഡീൻ FC ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തി. ഗോവൻസ് കോടതിയിൽ കുറ്റം സമ്മതിച്ചു. ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രോസിക്യൂട്ടർ ഹെലൻ ലിസ്ബറ്റ് അറിയിച്ചു. മക്കൻസി ഇപ്പോൾ പ്ലിമൗത്ത് ആർഗൈലിനു വേണ്ടി കളിക്കുന്നു. ഈ സംഭവം ഫുട്ബോൾ സുരക്ഷാ നയങ്ങൾ ചർച്ചയാക്കി. സ്കോട്ടിഷ് ഫുട്ബോൾ അധികൃതർ അക്രമങ്ങൾ തടയാൻ കൂടുതൽ നടപടികൾ ആവശ്യപ്പെടുന്നു. നദീം സഹാവി ടോറി ചാൻസലറിൽ നിന്ന് റിഫോം UK-യിലേക്ക്. മുൻ കൺസർവേറ്റീവ് ചാൻസലർ നദീം സഹാവി നൈജൽ ഫരാജിന്റെ റിഫോം UK-യിൽ ചേരുന്നതോടെ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വൻ പ്രതിധ്വനി സൃഷ്ടിച്ചു. 2026 ജനുവരി 12 വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ഈ നീക്കം ടോറി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. ഇറാഖ് അഭയാർത്ഥിയായി UK-യിലെത്തിയ സഹാവി യുഗവ് കമ്പനി സ്ഥാപകനായും MP-യായും ഉയർന്നു. കോവിഡ് വാക്സിൻ മന്ത്രിയായും ചാൻസലറായും പ്രവർത്തിച്ചു. എന്നാൽ നികുതി വിവാദങ്ങൾ കാരണം പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടു. റിഫോം UK-യിൽ ചേരാനുള്ള കാരണം ഉയർന്ന നികുതികളും ആവിഷ്കാര സ്വാതന്ത്ര്യ നിയന്ത്രണങ്ങളുമാണെന്ന് സഹാവി പറഞ്ഞു. ബ്രിട്ടൻ രോഗാവസ്ഥയിലാണെന്നും കൺസർവേറ്റീവ്സ് പരാജയപ്പെട്ടതായും സഹാവി പറഞ്ഞു. ഫരാജ് സഹാവിയെ ഭരണപരിചയമുള്ള നേതാവെന്ന് വിശേഷിപ്പിച്ചു. ഇത് റിഫോം UK-യെ ശക്തിപ്പെടുത്തും. സഹാവിയുടെ മാറ്റം ബിസിനസ് നയങ്ങളുടെ ചർച്ചയാക്കി. കൺസർവേറ്റീവ്സ് നേതൃത്വം വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. UK-യിലെ രാഷ്ട്രീയ വിഭജനം കൂടുതൽ വ്യക്തമാകുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടവർ തൊഴിൽ വിപണിയിൽ. ബിസിനസ് ആത്മവിശ്വാസം കുറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ചെലവുകളും സാമ്പത്തിക അനിശ്ചിതത്വവും കാരണം ബ്രിട്ടനിലെ തൊഴിൽ വിപണിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. ലേബർ പാർട്ടിയുടെ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ആക്ട് പോലുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും തൊഴിൽ വർധനവ് സൃഷ്ടിക്കുന്ന ഭയവും കാരണം കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടുകയാണ്. ഡിസംബറിലെ കണക്കുകൾ പ്രകാരം സ്ഥിരം ജോലികൾ തേടുന്നവരുടെ എണ്ണത്തിൽ സമീപ കാലയളവിലെ ഏറ്റവും വലിയ വർധനവ് രേഖപ്പെടുത്തി. അതേസമയം സ്ഥിര താൽക്കാലിക ഒഴിവുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി. ഇത് തൊഴിൽ അന്വേഷകർക്കിടയിൽ മത്സരം വർദ്ധിപ്പിക്കുന്നു. കൈസ്മർ, REC, റിക്രൂട്ട്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് കോൺഫെഡറേഷൻ എന്നിവയുടെ സർവേകൾ അനുസരിച്ച് ഉയരുന്ന ചെലവുകളും സാമ്പത്തിക അനിശ്ചിതത്വവുമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ലേബർ പാർട്ടിയുടെ തൊഴിൽ അവകാശ നിയമങ്ങൾ കൂടുതൽ അപകടകരവും ചെലവേറിയതും ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് റിക്രൂട്ടർമാർ സൂചിപ്പിക്കുന്നു. BDO നടത്തിയ മറ്റൊരു സർവേ പ്രകാരം ബിസിനസ് പ്രതീക്ഷകൾ 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരുന്നു.
കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രതിനിധി ആൻഡ്രൂ ഗ്രിഫിത്ത് ഈ കണക്കുകൾ തൊഴിൽ വകുപ്പിന് ഒരു മുന്നറിയിപ്പാണെന്ന് പറഞ്ഞു. ഉപഭോക്തൃ ആവശ്യകതയിലെ കുറവ്, തൊഴിൽ ചെലവുകളിലെ വർധനവ്, ലേബർ പാർട്ടിയുടെ നടപടികൾ എന്നിവ കാരണം ബിസിനസ്സുകൾ പുതിയ നിയമനങ്ങൾക്ക് മടിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 5.1% ഉയർന്നിട്ടുണ്ട്. ഇത് വിദേശത്തു നിന്നുള്ള നിക്ഷേപത്തെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പുതിയ നിയമങ്ങൾ കാരണം തൊഴിൽ നിയമനങ്ങൾക്ക് കാലതാമസം നേരിടാൻ സാധ്യതയുണ്ടെന്ന് തൊഴിൽദായകർ ആശങ്കപ്പെടുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.